സോ എനിവേസ് ഈ വെൽഡറിംഗ് എന്ന് പറയുമ്പോൾ ഇത്ര നിങ്ങൾ പറയുന്നുണ്ടല്ലോ മാസത്തിൽ ബിസിനസ് എത്ര ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല, അത്രയും കൗണ്ട്ലെസ് ബിസിനസ് ആണ് കിട്ടുന്നത് എന്ന് പറയും. ഇപ്പൊ ഈ 8 മാസം കഴിയുമ്പോൾ നിങ്ങൾ ഈ 4 മാസം വെക്കേഷനിൽ പോകുമ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും വർക്ക് വരുമ്പോൾ ഒരു മടി തോന്നത്തില്ല? നാട്ടിൽ പോയാല് ആർക്കായാലും മടി ഉണ്ടാവില്ലേ? എനിക്കായാലും നിങ്ങൾക്കായാലും എല്ലാം നാട്ടിൽ നിന്നിട്ട് പിന്നെ നമ്മളെ ബിസിനസ് അല്ല, ഇത് ചെയ്തല്ല പറ്റൂ, ജീവിക്കണ്ടേ? തീർച്ചയായിട്ടും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇന്ത്യയിൽ ഇനി കാണാത്ത സ്ഥലങ്ങളില്ല. ഇപ്പൊ വെക്കേഷൻ തന്നെ ചിലപ്പോൾ ബോറടിച്ചു പോകും നമുക്ക്, കണ്ടിന്യൂസ് ഇഫ് യു ആർ ഓൺ വെക്കേഷൻ. അപ്പൊ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ഇപ്പൊ 4 മാസം ഫ്രീ ഉള്ള സമയത്ത് വേറെ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങുക എന്നൊരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് തരുവാണെങ്കിൽ എന്തായിരിക്കും ചൂസ് ചെയ്യുന്നത്? തൽക്കാലം അങ്ങനത്തെ ഒരു സ്ട്രേറ്റ് ഫോർവേഡ്, തൽക്കാലം അങ്ങനത്തെ ഒരു ചിന്തയില്ല. ചിന്തിക്കുമ്പോൾ അത് അപ്പോഴത്തെ കാര്യമില്ല, ഇപ്പൊ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കാൻ എനിക്ക് ബിസിനസ് ഉണ്ട്, ഇത്ര കൊല്ലമായിട്ട് ബിസിനസിന് കുറവില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. കമ്മിങ് ബാക്ക് ടു യുവർ പേഴ്സണൽ ഫാമിലി ലൈഫ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ ഇവിടെ ഉണ്ട്, അച്ഛനുണ്ട്, അമ്മ, വൈഫ്, കുട്ടി, ചേച്ചി. എല്ലാവരും ഇവിടെ തന്നെ? അല്ല, എല്ലാ നാട്ടിലാണ്. ഞാനും അച്ഛനും മാത്രം ഇവിടെ ഉണ്ട്. അച്ഛനും മകനും മാത്രം ഇവിടെ സുഖിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ ജീവിതം മറ്റേ ബാംഗ്ലൂർ. സോ എനിവേസ് അച്ഛൻ എങ്ങനെയാണ് ഇപ്പൊ നിങ്ങളുടെ ബിസിനസ്സിൽ സഹായിക്കുന്നത്? അച്ഛനായിരുന്നു, ഇപ്പോൾ ഒരു ട്രെൻഡ് അല്ലേ, അച്ഛന് പ്രായമായി, മകനെ ഏൽപ്പിച്ചു. മകൻ നല്ലതല്ല, കറക്റ്റ് പറയുന്നത്. ഇപ്പൊ മകനെ ഏൽപ്പിച്ചു. ഇവിടുത്തെ പറഞ്ഞെങ്കില് ഇവിടെ ഇപ്പോഴുള്ള കോൺട്രാക്ടർമാർ, എഞ്ചിനീയർമാരെല്ലാം എൻ്റെ സെയിം ഏജ് ആണ്. അപ്പൊ അവർക്ക് ആ ഒരു രീതിയിൽ ഞങ്ങളവരും അതേ ഒരു ഇതാണ്. അച്ഛനാണ് ഏറ്റവും വലിയ ഹെൽപ്പ്. അച്ഛനിൽ നിന്നല്ലേ തുടങ്ങിയത്. അങ്ങനെ വയസ്സായി എന്ന് പറയാനൊന്നുമില്ല, പ്രായമായി എന്ന് പറഞ്ഞു. പ്രായമാകുമ്പോൾ ഓരോരോ തീർച്ചയായിട്ടും അങ്ങനെയല്ല. ബിസിനസ് നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മുടെ പ്രായക്കാരടുത്ത് സംസാരിക്കും, അവർക്ക് കുറച്ച് ഫ്രീഡം ഉണ്ടാവും. ഞങ്ങൾ ഫ്രീ ആണ്, രണ്ടാളും ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ഫ്രീ ആണ്. അച്ഛനും മകനും ആ ഒരു ഇതല്ല, ഫുൾ ഫ്രണ്ട്. തമിഴിലൊരു ചൊല്ലുണ്ട്, തോളിന് മുകളിലായിക്കാണ് തോഴൻ എന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് അച്ഛനും മകനും. പിന്നെ ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ ബിസിനസ് ജീവിതത്തിൽ ബിസിനസ് ആൾക്കാർക്ക് പർട്ടിക്കുലർലി ചില പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. ലൈക്ക് ഒരു വർക്ക് ചെയ്യുമ്പോഴും ആയാലും അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയാലും ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവന് ഒരു ചിട്ട ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ, നിങ്ങളുടെ ആദ്യകാലം നിങ്ങൾ ബിസിനസ് തുടങ്ങിയ ദിവസം തൊട്ട് ഇന്ന് വരെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്? ശരത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി ലൈക്ക് ദിസ് എന്ന് പറയാൻ മാത്രം. പണിക്കാരോട് ഓവർ സ്ട്രിക്റ്റ് ഇല്ല, വെരി ഗുഡ്. സ്നേഹത്തോട് മാത്രം ഇടപെടുക. അതുകൊണ്ട് പണിക്കാർ എൻ്റെ കൂടെ 15 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന പണിക്കാരുണ്ട്. ഇന്നൊന്ന് കാലത്ത് ടൈം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ക്വാളിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ക്വാണ്ടിറ്റി മെയിൻ ചെയ്യുന്നു. അതുകൊണ്ട് വർക്കുണ്ട്, എല്ലാവരും എൻ്റെ കൂടെ സഹകരിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. Obviously, time as well as quality, quantity and good relationship with the workers. ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു ബിസിനസ് ആയാലും ലോകത്ത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾ ഈ യങ് ഏജിൽ ഇത്രയും നിങ്ങൾ വർക്കേ ചെയ്തിട്ടില്ലേ? നിങ്ങൾ വന്നത് തന്നെ ആഫ്റ്റർ യുവർ എഡ്യൂക്കേഷൻ യു കെയിം ഡയറക്ട്ലി ഇൻ ടു ദ ബിസിനസ്, റൈറ്റ്? ഇപ്പോൾ നമ്മൾ കുറേ സ്റ്റുഡൻസ് പഠിച്ചിട്ട് MBA കഴിഞ്ഞിട്ട് ബിസിനസ് തുടങ്ങുക എന്നുള്ള സ്വപ്ന ലോകത്തൊക്കെയാണ്. അപ്പോൾ അവർക്ക് നിങ്ങൾ പറയാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ അവർ ഗ്രൂം ചെയ്യുന്ന സമയമാണ്, അപ്പൊ അവർക്ക് എന്തായിരിക്കും നിങ്ങളുടെ വാല്യൂ? നമ്മൾ എഡ്യൂക്കേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാതിരിക്കുക എന്ന് പറയുന്ന മണ്ടത്തരമാണ്. ഇപ്പൊ ഈ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കുമ്പോൾ കിണറിന്റെ പണിയല്ലേ, എന്ത് കിട്ടാൻ? പക്ഷെ അതിലും ഉണ്ട് ലാഭം. അങ്ങനെ നോക്കുക, ചിന്തിക്കുക. അപ്പൊ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു ബിസിനസ് ആയാലും അത് എടുത്ത് ധൈര്യമായിട്ട് ചെയ്യുക. റിസ്ക് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുക. റിസ്ക് ഉണ്ടെങ്കിലല്ലേ ജീവിതത്തിന് ഒരു സുഖമുള്ളൂ. തീർച്ചയായിട്ടും റിസ്കിയാണ്, ഈ വർക്ക് റിസ്കിയാണ്. ഇപ്പൊ ഈ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർത്തത്, ഈ നോർമലി ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട് അടിയിൽ എന്താ പറയാ വെടി വെച്ചിട്ട് നമ്മൾ മണ്ണിനൊക്കെ അങ്ങനത്തെ വർക്കൊക്കെ എല്ലാം ചെയ്യാറുണ്ട്. അങ്ങനത്തെ എല്ലാ വർക്കും ചെയ്യാറുണ്ട്. മെഷീൻസ് എല്ലാം ഉണ്ട് നമ്മളടുത്ത്, കംപ്രസർ, പിന്നെ ഉള്ളിൽ വെടി വെക്കുന്നത് എല്ലാം ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് മെഷീനറീസ് ഒക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത്? കോയമ്പത്തൂർ. ഇത് ശരി, കോയമ്പത്തൂരിൽ നിന്നാണ് എടുക്കുന്നത്. കോയമ്പത്തൂർ ഇസ് ദാൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയാം. ഇങ്ങനത്തെ മോട്ടോഴ്സ് കോമ്പണൻസ്, അത് മോട്ടോഴ്സ് എല്ലാം അവിടെ നിന്നാണ്. അപ്പൊ ഈ ആൾക്കാർ, ഈ ലേബേഴ്സ്, നിങ്ങൾ 50 പേര് നിങ്ങളുടെ കൂടെ വർക്കിനുണ്ട്. സപ്പോസ് 70 പേര് വരെ ഉണ്ടാവും. സപ്പോസ് ഒരേ ടൈമിൽ നിങ്ങൾക്ക് ഒരു ഫോർ എക്സാമ്പിൾ 5-6 പ്രോജക്ട് ഓൾ ടുഗദർ വന്നു കഴിഞ്ഞാൽ ദിവസം 7-8 വർക്ക് നടക്കുന്നുണ്ട് ഞങ്ങൾക്ക്. ദിവസം ഓരോ സ്ഥലത്ത് നോക്കാൻ ഒരാളുണ്ട്. 7-8 പേർക്ക് ഒരു ക്യാപ്റ്റൻ.
7-8 പേർക്ക് ഒരു ക്യാപ്റ്റൻ, അത്രേ ഉള്ളൂ. ഒരു സൈറ്റിൽ എത്ര വർക്കേഴ്സ്? 7 പേരുണ്ടാവും, 8 പേരുണ്ടാവും, 20 പേരുണ്ടാവും, വർക്കിന്റെ വലുപ്പം അനുസരിച്ച്. അപ്പൊ നിങ്ങൾ വന്നിട്ട് ഹയർ ചെയ്യും ആ സമയത്ത് വർക്കേഴ്സിനെ പുറത്തുനിന്ന്? ഉണ്ട്. നിങ്ങളുടെ പെർമനന്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ 50 to 70. പക്ഷേ വർക്കിനനുസരിച്ച് ഞങ്ങൾ പുറത്തുനിന്ന് വിളിക്കുകയാണ്. പിന്നെ എല്ലാ ബിസിനസ്സും നോക്കിക്കഴിഞ്ഞാൽ ഈ വേൾഡിൽ റിസഷൻ എന്ന് പറഞ്ഞ് വന്നിട്ട് കുറെ, ഐ തിങ്ക് ദിസ് ഈസ് ദ ഓൺലി ബിസിനസ് ഐ ക്യാൻ സേ ദാറ്റ് റിസഷൻ വിൽ നെവർ ടച്ച് ദിസ് ബിസിനസ്. ഇതിൽ റിസഷൻ വന്ന ശേഷം ഇതിന് എന്തെങ്കിലും ഇതുണ്ടായിരുന്നു? സാമ്പത്തിക മാന്ദ്യം വന്ന ശേഷം? സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ അത് എല്ലാ ബിസിനസിനെയും ബാധിക്കും, എന്നെയും ബാധിച്ചു. എങ്ങനെയാണ് അത്? അതിപ്പോ ഈ ഒരു വർക്ക് പറഞ്ഞാല് സാമ്പത്തികം പാർട്ടിയുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് കഴിഞ്ഞ വർഷം സാമ്പത്തിക മാന്ദ്യമുള്ള സമയത്ത് എനിക്ക് പകുതി വർക്കേ ഉണ്ടാവുള്ളൂ. സാധാരണ ചെയ്യുന്ന വർക്കിന്റെ പകുതി വർക്കേ ഉണ്ടായിട്ടുള്ളൂ. ബിക്കോസ് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. സോ ഇനിയും കുറെ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന്റെ സപ്പോർട്ടീവായിട്ടുള്ള ഫാമിലിയും കൂടി നമ്മൾ മീറ്റ് ചെയ്യാനുള്ളതാണ്. എനിവേസ് നമുക്ക് അവരുടെ ഫാമിലിയിലോട്ട് പോവാം. സോ മിസ്റ്റർ ശരത്തിന്റെ ഓഫീസ് എൻവിറോൺമെന്റ്, ഇപ്പൊ നമ്മൾ ഹൗസ് എൻവിറോൺമെന്റ് വന്നിരിക്കുകയാണ്. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുമായിട്ട്. എനിവേസ് വീണ്ടും ഞാൻ മിസ്റ്റർ ശരത്തിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അവിടെ ഞങ്ങള് വർക്ക് സൈറ്റിൽ കണ്ടു ഇങ്ങനെ എയർടെലിന്റെയും മറ്റേ ടാറ്റയുടെ ഒക്കെ, അതൊക്കെ എന്താണ് അവർക്കൊക്കെ? ടാറ്റ, എയർടെൽ, സ്പൈസ്, അവർക്കെല്ലാം നമ്മൾ BSNL അവർക്കെല്ലാം നമ്മൾ റിങ്ങിന്റെ ഉണ്ടാക്കി അതിന് സ്ലാബ് ഉണ്ടാക്കിയിട്ട് ഓരോ ജംഗ്ഷൻ ബോക്സ് വരാൻ വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. റിങ്ങിന്റെ തന്നെ. എത്ര കൊല്ലമായിട്ട് ചെയ്തു കൊടുത്തോളൂ? ഇതിപ്പോ 7 വർഷമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. 7 വർഷമായിട്ട്. സോ അവരൊക്കെ നിങ്ങളുടെ പ്രൈം കസ്റ്റമേഴ്സ് ആണ്. ഓക്കെ. അതുമാതിരി വേറെ വല്ല പ്രൈവറ്റ് ബോഡീസിനോ അല്ലെങ്കിൽ ഗവൺമെന്റ് ബോഡീസിനോ ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ വേറെ ഇല്ല. ആൻഡ് മിസ്റ്റർ ശരത്ത് പറഞ്ഞ മാതിരി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അദ്ദേഹത്തിനെ ഇങ്ങോട്ട് ഈ ബിസിനസ്സിലോട്ട് നൽകിയത് അദ്ദേഹത്തിന്റെ ഫാദറാണ്. ഫാദർ അടുത്ത് തന്നെ ഉണ്ട്. ഫാദറിന്റെ അടുത്ത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സാർ. സാറിന്റെ പേരെന്താ? സുദർശൻ. സാർ തുടങ്ങിയിട്ട് ഇത് എത്ര കൊല്ലങ്ങളായി? 20 വർഷം. 20 വർഷം. 5 വർഷം മുമ്പേ അത് കഴിഞ്ഞു മകൻ വന്നു. പിന്നെ ഈ ജോലി ഇത്രയും ആത്മാർത്ഥതയോടെ തുടങ്ങാനുള്ള കാരണം എന്തായിരുന്നു നിങ്ങളുടെ കാലഘട്ടത്തില്? ഞാൻ വേറെ ജോലികളൊക്കെ ചെയ്തോണ്ടിരുന്നത്, അതുകൊണ്ടൊന്നും രക്ഷയില്ല. കടന്നു. ഇതിൽ വന്നപ്പോ രക്ഷപ്പെട്ടു ഒരു തോന്നലുണ്ടായി. ഇന്നും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. മകൻ വന്നിട്ട് ഫീൽ ചെയ്യുന്ന അച്ഛൻ ഇത്രയും കാലം വന്നിട്ട് വല്ലാതെ ബുദ്ധിമുട്ടി ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇപ്പൊ ഇനി കുറച്ചു കാലം റെസ്റ്റ് കൊടുക്കാൻ എന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ അച്ഛൻ എന്താണ് അതിന് പറയുന്നത്? റെസ്റ്റ് എടുക്കാനാണോ താല്പര്യം? റെസ്റ്റ് അതാണ് എല്ലാ അച്ഛന്മാരും ഇങ്ങനെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ടേക്ക് റെസ്റ്റ്. സാർ പറയൂ, സാർ വന്നിട്ട് സാർ തുടങ്ങിയ കാലഘട്ടത്തിൽ ഇത്രയും ടെക്നോളജി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ മാൻ ഹോൾ കുഴിക്കുക എന്ന് പറയുമ്പോ ഒത്തിരി വലിയ പണിയാണ്. എത്ര ദിവസം എടുക്കും ഒരു? ഈ തറയുടെ ഭൂമിയുടെ ഇത് അനുസരിച്ചിരിക്കും. കടുപ്പം, കല്ല്, മുറക്കല്ലുണ്ട്, വെള്ളത്തിൽ മുറ വരുന്നതുണ്ട്. അതൊക്കെ വന്നാൽ ഭയങ്കര പാടാണ്. ചില സ്ഥലങ്ങളിൽ വെള്ളം പറ്റൂല. 2-3 മോട്ടർ ഉപയോഗിക്കണം ചെറിയ കിണറിലായിട്ട്. അത് ഈ ജോലി ചെയ്യുന്നവർക്കും പ്രശ്നമാണ്. അല്ലാതെ സൗകര്യമില്ല. അപ്പൊ സാധാരണ ഒരു നല്ല സ്ഥലം, നല്ല മണലാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ഭൂമിയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? അത് താഴ്ചയുടെ അനുസരിച്ചിരിക്കും. ചിലപ്പോ ഒരു 25 ഫീറ്റൊക്കെ ചിലപ്പോ ഒരു 3 ദിവസം കൊണ്ട് വരും. ലൂസ് മണ്ണൊക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ ചില കട്ടിയാണെങ്കിൽ ചിലപ്പോ 5-6 ദിവസം എടുക്കും 25 ഫീറ്റ് ആയിട്ട്. അതെയോ? അത് ശരി. അപ്പൊ എത്ര ആൾക്കാർ അതിൽ ഇൻവോൾവ് ചെയ്യേണ്ടി വരും? അതിലിപ്പോ ഒരു കിണറില് എന്റെ വലിപ്പം അനുസരിച്ചാ അകലം 2.5, 3.4, 4 ഇങ്ങനെ അങ്ങോട്ട് മേലോട്ട് അകലങ്ങളുണ്ട്. അകലത്തിന്റെ അനുസരിച്ച് ആളിനെ കൂട്ടിയും കുറയ്ക്കും.